നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു പവർഫുൾ ടെക്നിക്കായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു പവർഫുൾ ടെക്നിക്കാണ് 369 ടെക്നിക്ക്. ഈ 369 ടെക്നിക്ക് എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഈ 369 ടെക്നിക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ലൈഫ് എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പോഴേക്കും പോയിട്ട് ജ്യോത്സ്യനെയും ജാതകവും നമ്മുടെ രാശിപ്പൊരുത്തം ഇത് നോക്കുന്നതൊക്കെ ഒന്ന് നിർത്തുക. അപ്പം തന്നെ നമ്മളതിൽ വല്ല നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ഡൗൺ ആയി, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി. പിന്നെ നമ്മൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ നെഗറ്റീവ് കേൾക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് കേൾക്കും എന്നുള്ളിടത്തേക്ക് നമ്മൾ പോകരുത്. അതല്ലെങ്കിൽ അതിനെ എൻ്റെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് 369 ടെക്നിക്ക്? ഈ 369 ടെക്നിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം അല്ലേ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ 369 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിക്കോള ടെസ്ല കോഡ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഈ നിക്കോള ടെസ്ല കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളയ്ക്ക് ഭയങ്കര നമ്പേഴ്സ് വെച്ച് കളിക്കാനുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നൊരു സംഭവം യൂണിവേഴ്സൽ ട്രൂത്താണ് അല്ലേ. കണക്ക്, നമ്മുടെ ഭൂമിയുടെ സ്പന്ദനം തന്നെ കണക്കിലാണ്. അപ്പോൾ ഇതിനെ പറ്റി മാത്സ് വെച്ച് അല്ലെങ്കിൽ നമ്പേഴ്സിനോട് ഭയങ്കര ക്രേവിങ് ആയിരുന്നു ആൾക്ക്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, വല്ല ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും 369 നോക്കിയെടുക്കും. അതോടൊപ്പം തന്നെ 369 ഉള്ള വാഹനങ്ങൾ, വണ്ടികൾ, അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യുമ്പോഴും 369 നോക്കി ചൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരാളായിരുന്നു നിക്കോള ടെസ്ല. നിക്കോള ടെസ്ലയും ഈ പറഞ്ഞ മാതിരി തന്നെ ഈ 369 വെച്ചിട്ടുള്ള ഒരുപാട് സയൻറ്റിഫിക് തിയറീസ് അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രൂവൺ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബുക്ക് എടുക്കുക, പേന എടുക്കുക. ഞാൻ പറഞ്ഞു ഇതിനായിട്ട് തന്നെ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ മേടിക്കുക. കൂടുതൽ ഇടയിൽ വേറെ വല്ല ഇതിൻ്റെ ഇടയിൽ എഴുതാതിരിക്കുക. എന്നിട്ട് യൂസ് ബ്ലൂ, ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, ഈ ഒരു 3 കളേഴ്സ് യൂസ് ചെയ്യുക. ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യരുത്. സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും അറിയാം. അപ്പോൾ നിങ്ങളെങ്ങനെ എഴുതാം? ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ക്രാക്ഡ്. ഏത് എക്സാമാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡ്രീം ഉണ്ടായിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ ഞാൻ അതിനുള്ള എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ചുറ്റും എക്സാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് എക്സാമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് എക്സാമാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യേണ്ടത്, അതാദ്യം നിങ്ങൾ ടു ദ പോയിൻ്റ് ആയിരിക്കണം. സോ ഞാനിവിടെ പറയാൻ പോകുന്നത് PSCയുടെ ഒരു ഇതാണ്. I am so happy and grateful that I cracked Secretariat Assistant 2025. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുക. ഈ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ വെറുതെ നമ്മൾ ഐ ആം ഹാപ്പി ആൻഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പോരാ. ആ ഫീലിങ്സും ആ ഇമോഷൻസും അതിനകത്തോട്ട് കൊണ്ടുവരണം. അതിനുള്ള ടെക്നിക്ക് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അത് പോയി കാണുക. എന്നിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് ശേഷം 6 തവണ, രാത്രി 9 തവണ. ഇങ്ങനെ വേണം നമ്മളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കിത് എന്നും എഴുതാം, ഈ ഒരു മൂഡിൽ എന്നും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 ദിവസം എഴുതാം. അല്ലെങ്കിൽ ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് എഴുതാം. നിങ്ങൾക്കത് എന്നും എഴുതുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിലേക്ക് ആ ഇമോഷൻസും ഫീലിങ്സും എല്ലാം തന്നെ ഇൻബിൽഡ് ചെയ്യുക. ഡൗട്ട്സ് ഒന്നും മനസ്സിൽ വരരുത്. എങ്ങനെ നടക്കും, ഏത് രീതിയിൽ നടക്കും, എപ്പോൾ നടക്കും എന്നൊന്നും ചിന്തിക്കരുത്. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. ഇത് 3 മണി, 6 മണി, 9 മണി എന്നുള്ള ഈ 3 സമയങ്ങളിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ
കുറച്ചും കൂടി മീൻസ് നല്ലതാണ്. പക്ഷെ ഞാനത് പറയാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും 3 മണി 6 മണി 9 മണി എന്ന് പറഞ്ഞത് എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഓരോരുത്തർ ഓരോ സമയത്ത് ആ സമയം എൻഗേജ്ഡ് ആയിരിക്കാം. സോ രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ അങ്ങനെ എഴുതാം. അതുപോലെ തന്നെ രാവിലെ 3 മണിക്ക് 3 തവണ, വൈകിട്ട് 6 മണിക്ക് 6 തവണ, രാത്രി 9 മണിക്ക് 9 തവണ എഴുതിയാലും എക്സ്ട്രാ പവർഫുള്ളാണ്. അത് നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ചെയ്യുക. എന്നും എഴുതിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ 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 പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് അത്. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊന്നും അതിൽ ചെയ്യാനില്ല, അത്രയും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഹാപ്പിനെസ്, നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ടെക്നിക്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.